ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. ഇന്ന് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ഇറങ്ങി തിരിച്ചാലും പലരും പഴയത് പലതും വിട്ടുകളയാത്തവരാണ്. ക്രിസ്തുവിലൂടെയുള്ള അനുഗ്രഹവും ക്രിസ്തുവിലൂടെയുള്ള ജീവിതവും ആഗ്രഹിക്കുന്നവർ തീർച്ചയായും പഴയത് വിട്ടുകളഞ്ഞേ മതിയാവൂ. വചനം പറയുന്നത് വെളിച്ചത്തിനും ഇരുളിനും തമ്മിൽ എന്തെങ്കിലും ചേർച്ചയുണ്ടോ എന്നാണ്. ഒരിക്കലുമില്ല. സൃഷ്ടിയുടെ ആരംഭത്തിലെ പിതാവായ ദൈവം വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിച്ചതാണ്. പക്ഷേ ഇതൊന്നും തിരിച്ചറിയാത്തവരാണ് ഇന്നും രണ്ടും കൂടെ ഇടകലർന്ന അനുഭവത്തിലായിരിക്കുന്നത്. വചനം ഇങ്ങനെ പറയുന്നു, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുക. ഇന്ന് പലരും പുറമെ കാണുവാൻ അഴകും ആർഭാടവും ആണെന്ന് കണ്ടാൽ അതിനെ തിരഞ്ഞെടുക്കുന്നവരാണ്. ക്രിസ്തുവിന് നമ്മുടെ ബാഹ്യ പ്രകടനങ്ങൾ ഒരു വിഷയമേ അല്ല. നമ്മുടെ ഉള്ളം എങ്ങനെയാണ് എന്നതാണ് യേശുവിന് മുഖ്യം. ഇവിടെ യോഹന്നാൻ്റെ ശിഷ്യന്മാരും പരീശന്മാരും ഒക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവഭക്തരാണെന്നും ഉപവസിക്കുന്നവരാണെന്നും അറിയിക്കുവാൻ വേണ്ടി ജീവിക്കുന്നവരാണ്. കാരണം അവർ പഴയ നിയമ ആചാരങ്ങളെയാണ് ഇന്നും പിന്തുടരുന്നത്. അന്ന് ദുഃഖം വന്നാലും ഉപവസിച്ചാലും രട്ടെടുത്ത് വെണ്ണീറിലിരിക്കുക പതിവായിരുന്നു. ഇന്ന് ഹൃദയവും ദൈവവുമായുള്ള അഭേദ്യമായ ബന്ധമാണ് ആവശ്യം. അതിനാലാണ് കർത്താവ് അവരോട് കോടി തുണിക്കണ്ടം ആരും പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നുമാറില്ല എന്ന് പറഞ്ഞത്. പഴയത് എന്നും പഴയത് തന്നെയാണ്. ഒരിക്കലും അതിനെ പുതുതാക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ഒരുവൻ്റെ ഉള്ളിൽ ക്രിസ്തു ജനിച്ച ഉടൻ ആ വ്യക്തിക്ക് ഒരു പുതിയ ജന്മമാണ് ഉടലെടുക്കുന്നത്. പുതിയ സൃഷ്ടിയിലായ വ്യക്തി പിന്നെ ഒരിക്കലും പഴയതിനെയും കൂടെ മുറുകെ പിടിച്ചിരിക്കാൻ പാടില്ല. പഴയ പല കാര്യങ്ങളും ചെയ്യുമ്പോഴും ഓരോ വ്യക്തിയും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് യേശു എന്താണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പുതിയ കൃപയുടെയും സുവിശേഷത്തിൻ്റെയും നാളുകളാണ്. പുതിയ തുണി എന്നത് യേശു കൊണ്ടുവന്ന ഉപദേശങ്ങളാണ്. പുതിയതും പഴയതും ഇടകലർത്തിയാൽ പഴയത് കാലഹരണപ്പെടുമ്പോൾ കൂട്ടത്തിൽ പുതിയതും കൂടെ നാശമായി പോകും. എന്നാൽ പുതിയതിനോടൊപ്പം മാത്രം കൂട്ടിക്കലർത്തിയാൽ ഒരിക്കലും അതിന് പുതുമ നഷ്ടപ്പെടുകയില്ല. എന്നും തിളക്കമേറിയത് തന്നെയായിരിക്കും. ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം, അതായത് ക്രിസ്തുവിനാൽ പുതിയ സൃഷ്ടിയാക്കപ്പെട്ടവരുടെ ജീവിതം എന്നും ശോഭയേറിയത് തന്നെയാണ്. അവരെ ആരും കുറ്റം പറയുകയില്ല, ആരും തള്ളിക്കളയുകയില്ല. കാരണം അവരെ കാണുന്നവർ ക്രിസ്തുവിനെ ആയിരിക്കും കാണുന്നത്. അതിനാൽ ആന്തരികമായ ഒരു മാറ്റം നമുക്ക് ഉണ്ടാകണം. പഴയ ആചാരങ്ങളുടെ ചട്ടക്കൂടുകളെ തകർത്തുടയ്ക്കണം. കൃപയിൽ വളരണം. ഹൃദയം ഒരിക്കലും മാലിന്യമേൽക്കാത്തതായിരിക്കണം. ക്രിസ്തുവിനോടൊപ്പം തുന്നിച്ചേർത്ത ജീവിതം ആയിരിക്കണം. ക്രിസ്തുവാവുന്ന വെളിച്ചം നമ്മിൽ പ്രകാശിക്കണം.